ഗ്രേസ്കൽ കോട്ടയുടെ ശക്തി ഹീമാൻ മാസ്റ്റേഴ്സ് ഓഫ് ദ യൂണിവേഴ്സ് മൂവി റിലീസായിട്ടുണ്ട്. കുട്ടിക്കാലത്തെ നൊസ്റ്റാലജി തോന്നിപ്പിക്കുന്ന വളരെ നല്ലൊരു സിനിമയായിരുന്നു. സത്യമായിട്ട് അടിപൊളിയായിരുന്നു. തോർ റാഗ്നോറോക്ക് സിനിമ കണ്ടിട്ടുണ്ട്. അതേ ഒരു വൈബിലാണ് ഈ സിനിമയും പോകുന്നത്. ഫണ്ണും ആക്ഷനും അവരെല്ലാരും കൂടെ ഒരുമിച്ച് വില്ലന്മാരെ എതിർത്ത് നിൽക്കുന്നതും തോർ റാഗ്നോറോക്കിന്റെ വേറൊരു ആൾട്ടർനേറ്റീവ് വെർഷൻ കണ്ടതുപോലെയാണ് എനിക്ക് തോന്നിയത്. അതേ ഒരു സെയിം വൈബും കളർ ടോണും ഫണ്ണും ആക്ഷനും എല്ലാം. ഈ സിനിമയിൽ അഭിനയിച്ച എടുത്തു പറയേണ്ട കുറച്ച് ക്യാരക്ടേഴ്സിൽ ഒരാളാണ് സ്കെലറ്റനായിട്ട് പ്ലേ ചെയ്ത ജാരഡ് ലെറ്റോ. കുറച്ച് വർഷങ്ങളായിട്ട് ജാരഡ് ലെറ്റോ വർക്ക് ചെയ്ത പ്രോജക്റ്റുകളൊന്നും അത്ര ഇംപ്രസീവ് അല്ലായിരുന്നു. ചിലതൊക്കെ അട്ടർ ഫെയിലിയർ ആയിരുന്നു. സ്റ്റിൽ അദ്ദേഹം നല്ലൊരു അമേസിങ് ആക്ടറാണ്. ഫൈനലി ആ ഒരു കാര്യം പ്രൂവ് ചെയ്യുന്നത് പോലെ വളരെ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. കാർട്ടൂണിൽ സ്കെലറ്റൻ ഒരു കോമഡി നിറഞ്ഞൊരു വില്ലനാണ്. ആ ഒരു ടോൺ അതേപോലെ റീക്രിയേറ്റ് ചെയ്യാൻ ജാരഡ് ലെറ്റോന് കഴിഞ്ഞിട്ടുണ്ടെന്ന് തന്നെ പറയണം. നല്ല ഡാർക്ക് മെനസിങ് ആയിട്ടുള്ള വോയിസ് ആണ് ഈ സ്കെലറ്റൻ ക്യാരക്ടറിന് കൊടുത്തേക്കുന്നത്. അതിൽ തന്നെ കോമഡിയൊക്കെ മിക്സ് ചെയ്ത് നല്ല രസമാണ് കേൾക്കാൻ. ചില സ്ഥലത്തൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു വോയിസും മാനറിസും ഒക്കെ മാച്ച് ആവുന്നുണ്ട്. ചില സീനൊക്കെ നല്ല പെർഫെക്റ്റ് ആണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ജാരഡ് ലെറ്റോന്റെ വലിയൊരു കംബാക്ക് ആണെന്ന് തന്നെ നമുക്ക് പറയാം. ആ ഒരു പെർഫോമൻസ് കോമഡിയൊക്കെ ടോപ്പ് നോച്ച് ആയിരുന്നു. അത് കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് സിനിമയിലെ പ്രോട്ടോഗോണിസ്റ്റ് ആയിട്ട് പ്ലേ ചെയ്യുന്ന നിക്കോളസ് ഗാലിറ്റ്സീൻ, അതായത് നമ്മളെ മെയിൻ ക്യാരക്ടർ ആയിട്ടുള്ള ഹീറോ ഹീമാൻ. സിനിമേന്റെ വൺ ലൈൻ നോക്കുകയാണെങ്കിൽ ഇറ്റേണിയ എന്ന സ്ഥലത്ത് എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കുകയാണ്. ഇവിടെയാണ് ഹീമാന്റെ കയ്യിലുള്ള വലിയ സ്വോർഡ് ഉള്ളത്. പെട്ടെന്ന് ഒരു ദിവസം സ്കെലറ്റൻ ഈ സ്ഥലം അറ്റാക്ക് ചെയ്ത് ആ ഒരു സ്വോർഡ് അന്വേഷിച്ച് വരെയാണ്. അത് ഇവന്റെ കയ്യിൽ കിട്ടാൻ പാടില്ല എന്ന് കരുതി പ്രിൻസ് ആദത്തിനെ ഭൂമിയിലോട്ട് പറഞ്ഞു വിടുകയാണ്. 15 വർഷം കഴിഞ്ഞ് പ്രിൻസ് ആദം ഇറ്റേണിയയിലോട്ട് തിരിച്ചു വരികയാണ്. അവിടെ വെച്ച് ഇദ്ദേഹം സ്കെലറ്റനെ ഡിഫീറ്റ് ചെയ്തോ ഇല്ലയോ, അതാണ് സിനിമേന്റെ ബേസിക് ഔട്ട്ലൈൻ. കാർട്ടൂണിൽ കൂടുതലും കൊച്ചു കുട്ടികളെ ഫോക്കസ് ചെയ്തായിരിക്കുമല്ലോ അവരെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ വരുന്ന ക്യാരക്ടേഴ്സിനും കോമഡി ആയിട്ടുള്ള പേരാണ് അവർ കൊടുത്തേക്കുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ട്രാപ്പ് ജോ, വാറിയർ ഗോഡസ്, മെർമാൻ, സ്ട്രാറ്റോസ്, റാംമാൻ, അങ്ങനെ കുറച്ച് ഫണ്ണി ആയിട്ട് കുട്ടികളെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പേരുകളാണ് അവർ കൊടുത്തേക്കുന്നത്. അങ്ങനെ എന്തിന് പേര് കൊടുക്കുന്നു അതിന്റെ വ്യക്തമായ റീസൺ പോലും ഹീറോന്റെ ബാക്ക് സ്റ്റോറിയിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ ഹീമാന് പവേഴ്സ് കിട്ടുന്നതും അവന്റെ ബാക്ക് സ്റ്റോറിയൊക്കെ അവർ നല്ലപോലെ തന്നെ റൈറ്റ് ചെയ്തിട്ടുണ്ട്. ഹീമാൻ എന്ന പേര് പോലും എർത്തുമായിട്ട് റിലേറ്റ് ചെയ്താണ് ക്യാരക്ടറിന് കിട്ടുന്നത്. ഓവറോൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഹീമാൻ എഴുതിയിട്ടുള്ള ആ ഒരു കഥ അടിപൊളിയാണ്. കാർട്ടൂൺ എടുത്താലും നമ്മളെ ഹീമാൻ അവന്റെ കൂടെയുള്ള ആ പുലിയും ഭയങ്കര വീക്ക് ആയിട്ടുള്ള ആളുകളാണ്. പവേഴ്സ് കിട്ടുമ്പോഴാണ് അവർ വീരന്മാരായിട്ട് മാറുന്നത്. എല്ലാ സ്ഥലത്തും കോമഡി വാരി വെതറിയിട്ടുണ്ട്. തോർ റാഗ്നറോക്ക് സിനിമ പോലെ തന്നെ ഇമോഷൻ, ആക്ഷൻ, കോമഡി എല്ലാം ബാലൻസ്ഡ് ആണെന്ന് നമുക്ക് പറയാം. സത്യമായിട്ടും ഹ്യൂമറൊക്കെ നല്ലപോലെ വർക്ക് ആവുന്നുണ്ട്. ഞാൻ വിചാരിച്ചതിനേക്കാളും ഒരുപാട് ആക്ഷൻ സീക്വൻസ് സിനിമയിലുണ്ട്. സിനിമേന്റെ തുടക്കം മുതലേ ആക്ഷനാണ്. ഓവറോൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ എനിക്ക് ആക്ഷൻ സീക്വൻസുകളും നല്ലപോലെ വർക്കായി. ഹീമാനെ മാത്രമല്ല ഫോക്കസ് ചെയ്യുന്നത്, അവന്റെ കൂടെയുള്ള ക്യാരക്ടേഴ്സിനെയും ആ ഒരു ക്യാരക്ടർ ആർക്കും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈഡിസ് എൽബന്റെ മാൻ അറ്റ് ആംസ് എന്ന ക്യാരക്ടറിനും നല്ല ഇമ്പോർട്ടൻസ് സിനിമയിൽ കൊടുത്തിട്ടുണ്ട്. ഹീമാനും സ്കെലറ്റനും കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടർ നോക്കുകയാണെങ്കിൽ അത് മാൻ അറ്റ് ആംസ് ആണ്. ഇദ്ദേഹത്തെ ചുറ്റി വരുന്ന ആക്ഷൻ സീക്വൻസുകളും മെയിൻ ക്യാരക്ടറിന്റെ അതേ വൈബ് നമുക്ക് തരുന്നുണ്ട്. ഹീമാന് സ്വോർഡിൽ നിന്ന് കിട്ടുന്ന പവർ ഇല്ലേ, അത് എങ്ങനെ ഉണ്ടായി, അതിനുള്ള പ്രോപ്പർ ഡെഫിനിഷനും സിനിമയിൽ നമുക്ക് അവർ പറഞ്ഞു തരുന്നുണ്ട്. അല്ലാതെ ഈ വാളിന് പവറുണ്ട്, ഈ കല്ലിന് പവറുണ്ട്, അങ്ങനെ അല്ലാതെ എല്ലാത്തിനും ഒരു പ്രോപ്പർ എക്സ്പ്ലനേഷൻ പറയുന്നുണ്ട്. ഹീമാന്റെ മുമ്പത്തെ കഥകളും കാർട്ടൂണുകളും കാണാത്ത ജനറൽ ഓഡിയൻസിനും സിനിമ ഒരുപാട് ഇഷ്ടപ്പെടും. ചെറിയ ചെറിയ മാറ്റങ്ങൾ അവർ കഥയിൽ വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഹീമാന്റെ ഫാൻസിന് ചിലപ്പോൾ അത് ഇഷ്ടപ്പെടണമെന്നില്ല, എന്നാലും ജനറൽ ഓഡിയൻസിന് ഇത് നല്ലപോലെ വർക്കാവും. പക്ഷേ ആ ഒരു ഹ്യൂമറും ആക്ഷൻ സീക്വൻസുകളും എല്ലാം എല്ലാവരും നല്ലപോലെ എൻജോയ് ചെയ്യും. അതും സിനിമയിൽ ഒരു പോസിറ്റീവ് പോയിന്റ് ആണ്. ഓൾമോസ്റ്റ് പെർഫെക്റ്റ്ലി ബാലൻസ്ഡ് ആയിട്ടുള്ള സൂപ്പർ എൻജോയബിൾ ആയിട്ടുള്ള ഒരു സിനിമയാണ്. എല്ലാവരും മിസ് ചെയ്യാതെ പോയി കാണാൻ നോക്കൂ. സിനിമയിലെ സീനുകളെ എലിവേറ്റ് ചെയ്യാൻ നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോറും മ്യൂസിക്കും കൊടുത്തിട്ടുണ്ട്. അതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. സത്യമായിട്ടും നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. നമ്മൾ കുട്ടിക്കാലത്ത് കണ്ട അതേ ഹീമാന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും റീമേക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓവറോൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ മ്യൂസിക്കും എല്ലാം ഓക്കെയാണ്. VFXൽ എനിക്കൊരു കുറവും പറയാനില്ല. ആക്ടിങ്ങിലും ആരെയും കുറവ് പറയാൻ പറ്റത്തില്ല, എല്ലാം ഓക്കെ ആയിരുന്നു. സത്യമായിട്ടും ഈ സിനിമ കാണുമ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ നെഗറ്റീവ് സൈഡിലോട്ട് പോയാൽ ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങളെ കുറച്ച് ബോറിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ കഥയിലോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും കാണുന്ന നോർമൽ ഒരു സൂപ്പർ ഹീറോ സ്റ്റോറി. ലോകത്തെ നശിപ്പിക്കാൻ വരുന്ന ഒരു കൊടൂര വില്ലൻ, ആ വില്ലനെ എതിർത്ത്
എതിർത്ത് നിൽക്കുന്ന ഒരു ഹീറോ. ഈ ഒരു സാധനം എല്ലാ സിനിമയിലും നമ്മൾ സ്ഥിരം കാണുന്നതാണ്. പുതുതായിട്ട് വെറൈറ്റി ആയിട്ട് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് നോക്കുകയാണെങ്കിൽ അങ്ങനെയൊന്നുമില്ല. അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറിയും അല്ല. ഫീമെയിൽ ക്യാരക്ടേഴ്സിനെ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടില്ല, മെയിൽ ക്യാരക്ടേഴ്സിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഒട്ടും ഇല്ലെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ടീല എന്ന ക്യാരക്ടർ ഹീമാന്റെ ഗേൾ ഫ്രണ്ട് ആയിട്ടൊക്കെ വരാനുള്ളതാണ്, ബട്ട് അങ്ങനെ ഒരു ഇമോഷനും സിനിമയിൽ പറയുന്നില്ല. എവലിനൊക്കെ സ്കെലറ്റന്റെ റൈറ്റ് ഹാൻഡ് പൊസിഷനിലുള്ള ഒരു പെണ്ണാണ്. അവളൊക്കെ വെറും മൊണ്ണയായിട്ടാണ് സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. സോ അത്രയ്ക്കും മോശമായിട്ടുള്ള ഇമ്പോർട്ടൻസ് ആണ് ഫീമെയിൽ ക്യാരക്ടേഴ്സിന് കൊടുത്തിരിക്കുന്നത്. ബട്ട് സ്റ്റിൽ അവരുടെ പെർഫോമൻസിൽ ഒരു കുറവും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ചിലപ്പോൾ അടുത്ത പാർട്ടിൽ ഇവരെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് കാണിക്കുമായിരിക്കും. അടുത്ത പാർട്ടിന്റെ ലീഡ് എന്ന രീതിയിൽ 3 പോസ്റ്റ് ക്രെഡിറ്റ് സീന് സിനിമയിലുണ്ട്. ഹീമാന്റെ കൂടെയുള്ള പുലിന്റെ ട്രാൻസ്ഫോർമേഷൻ ഒന്നും നല്ലപോലെ കാണിക്കത്തില്ല കേട്ടോ. ഗ്രേസ്കൽ കോട്ടയുടെ ശക്തി എന്നുള്ളിൽ വന്ന ശക്തി, ഇതൊന്നും ആരും എക്സ്പെക്ട് ചെയ്യരുത്. ഈ സിനിമ ബെസ്റ്റ് ആണെന്നൊന്നും ഞാൻ പറയത്തില്ല, ബട്ട് സ്റ്റിൽ എല്ലാവരും എൻജോയ് ചെയ്യും. എന്തായാലും ടിക്കറ്റിന്റെ പൈസ മുതലാവും, അത് ഞാൻ ഉറപ്പുവരാം. ജനറൽ ഓഡിയൻസിന്റെ കാര്യമാണ് എനിക്കറിയേണ്ടത്. നിങ്ങൾക്ക് എല്ലാവർക്കും എങ്ങനെയാ സിനിമ ഇഷ്ടപ്പെട്ടോ? സോ സിനിമ കണ്ടവർ നിങ്ങളുടെ തോട്ട്സും വ്യൂസും ഒക്കെ മറക്കാതെ താഴെ കമന്റ് ചെയ്യുക.